മമ്മൂക്ക ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, അപ്പോൾ എൻ്റെ ഒരു ചെറിയ ഫോണാണ്, വാട്സപ്പൊന്നും ഇല്ലാത്ത ഫോണാണ്. എനിക്കത് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിലൊരുപാട് സമയം ഇവിടെ എനിക്കൊന്ന് സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് കേരളക്കരയുടെ മൊത്തം ആശാനാവും ഇന്ദ്രൻ ചേട്ടനും തോന്നുന്നു. ഇവിടെ സ്ട്രേറ്റ് നേരെ. ഓക്കെ. ഗംഭീര സിനിമയായിരുന്നു ചേട്ടാ, കണ്ട് ഒരുപാട് കണ്ണ് നിറഞ്ഞ് ഒരുപാട് ചിരിക്കാൻ പറ്റി. നല്ലൊരു സിനിമ തന്നതിനായിരുന്നു ഞങ്ങൾ താങ്ക്സ് പറയുകയാണ്. അപ്പം എങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് എനിക്കത് വേറൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം വർക്കാവുന്ന പോലും അറിയത്തില്ല. അപ്പം ഈ ഒരു സ്ട്രഗിളിങ്, അല്ലെങ്കിൽ നമ്മൾ ചേട്ടൻ പറയുന്നുണ്ട് ആ സിനിമയിലെ ഡയലോഗ് ഉണ്ട്, 10 കൊല്ലം മുമ്പ് ഞാൻ ഓടിയതാണ്. അതൊരു ഏതൊരു സിനിമാക്കാരനും അങ്ങനെ ഒരു കഥ പറയാനായിട്ടുണ്ടാവും. ഇന്ന് വന്ന വഴിയിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ദ്രൻസ് എന്ന നടനെ സംബന്ധിച്ച് എത്രത്തോളം സ്ട്രഗ്ലിങ് ഫീൽ ചെയ്യുന്നുണ്ട്? എവിടെയൊക്കെ ഒരു ബന്ധമുള്ള പോലെ തന്നെ തോന്നും. ഞാൻ കുറേ ആഗ്രഹിച്ചു, ഞാനിങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ എനിക്ക് അതുമായിട്ട് ബന്ധമുണ്ടല്ലോ എന്ന് തോന്നിപ്പോകും. അതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്തത് ഒരു പക്ഷേ ഞാൻ ഇത്തിരി എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഇദ്ദേഹം കുറച്ച് പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ വേറൊരാളായാൽ ചിലപ്പോൾ വേറൊരു രീതിയിൽ അത് കണ്ടേക്കാം. എനിക്ക് കിട്ടിയപ്പോൾ എനിക്കൊരു ആർത്തി തോന്നി, സന്തോഷം, കാര്യങ്ങളൊക്കെ. എനിക്കൊക്കെ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ഒരു വേഷമൊക്കെ. നമ്മളൊരു പരിമിതികളൊക്കെ ഉണ്ടല്ലോ, അതാണ്. അങ്ങനെയൊന്നും എനിക്കിത് മലയാള സിനിമ ഇന്ദ്രൻ ചേട്ടനെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ തേടി വരാനായിട്ട്, അല്ലെങ്കിൽ ഒരു കഥാപാത്രം ഇപ്പോൾ ആലോചിക്കുകയാണ്, ഫസ്റ്റ് ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതൊരു വലിയൊരു അംഗീകാരമായിട്ട് ഞങ്ങളും കാണുന്നു. ഞങ്ങൾ മലയാള സിനിമയിൽ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങളും കാണുന്നു. അതുപോലെ ഇന്ദ്രൻ ചേട്ടാ, ഇപ്പോൾ നമ്മുടെ ട്രെയിലർ ലോഞ്ചിന്റെ സമയത്ത് മമ്മൂക്ക, അതായത് പല സിനിമകളും തിയേറ്ററിൽ ഇറക്കുന്ന സമയത്ത് കാണാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല സിനിമകളാണ് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. പക്ഷേ അന്ന് മമ്മൂക്ക എടുത്തു പറഞ്ഞ 2 സിനിമകളുണ്ട്, കുട്ടൻ്റെ ശിനിഗാമി, ജലധാര പംസെറ്റ്. അപ്പോൾ മമ്മൂക്ക ആ പടങ്ങളെല്ലാം കണ്ട് ഇന്നത് ഓർത്ത് വെച്ച് പറയാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമില്ല. അപ്പോൾ ചേട്ടൻ എന്തായിരുന്നു ആ സമയത്ത് ഫീൽ ചെയ്തത്? മമ്മൂക്ക ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, അപ്പോൾ എൻ്റെ ഒരു ചെറിയ ഫോണാണ്, വാട്സപ്പൊന്നും ഇല്ലാത്ത ഫോണാണ്. എനിക്കത് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിലൊരുപാട് സമയം കളയാനോ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ശ്രമിക്കാതിരുന്നതാണ്. ഒരു ദിവസം മമ്മൂക്ക, അപ്പം എല്ലാവരും വിളിക്കുന്ന മോൻ്റെ ഫോണിൽ വിളിക്കും, വിശേഷം അന്വേഷിക്കും, തിരിച്ചു പറയും. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഫോൺ തന്നിട്ട് വഴക്ക് പറഞ്ഞു. നമുക്ക് വല്ലതും പറയണമെങ്കിൽ തന്നെ കുട്ടികളടുത്താണോ പറയാൻ, ഞങ്ങളെ പോലെയുള്ള തെറിയൊന്നും കേൾക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് തുടങ്ങിയത്. അപ്പോൾ എന്നിട്ട് അത് എടുത്തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു റെഡിയായിരുന്നു. അന്നേരമാണ് ഈ ശിനിഗാമിയുടെ കാര്യവും, കുട്ടൻ്റെ ശിനിഗാമി, ജലധാര പമ്പ് സെറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്, ഈ ചിലർ വലിയ ആവേശത്തോടെ സിനിമയും കഥയൊക്കെ പറഞ്ഞ് ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിക്കും. ഷൂട്ടിംഗ് തീരുമ്പോൾ അവരെല്ലാം നേടിയതുപോലെ അങ്ങ് തളർന്ന് ഇരുന്നേക്കും, ഇനി അവരുടെ ജോലിയല്ലാത്ത പോലെ. പിന്നെ എന്തൊക്കെയോ അതിനെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നതല്ലാതെ തിയേറ്ററിൽ വരുന്നവരെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷമാണ് ഇപ്പം പണിയുള്ളത്. അത് 100 കാര്യങ്ങളാണ് ജനങ്ങളിങ്ങനെ തിരക്കുടിച്ച് ഓടുന്നതിനിടയ്ക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ്. അത്രയും സ്ട്രെയിൻ എടുക്കാൻ വയ്യ. അവർ പറഞ്ഞെന്തോ ചെയ്തു വെച്ച് മഹത്തര കാര്യം, ഇനി എല്ലാവരും കണ്ടോളണം എന്നുള്ളൊരു ധാരണ പ്രകാരമാണ് മമ്മൂക്ക പറഞ്ഞ പോലെ ആ സിനിമകൾ പലരും എത്താതെ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന, അത്രയും ഊർജ്ജമുള്ള, അങ്ങനെ സിനിമ അറിയാവുന്ന ജനങ്ങളെ ബഹുമാനിക്കുക എന്ന് തന്നെയാണ് പറയേണ്ടത്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ചേരുമ്പോഴാണ് നമുക്കും ഒരു സമാധാനം. ചെയ്തതിൽ അർത്ഥമില്ലാതായില്ല, അർത്ഥമുണ്ടല്ലോ, അതങ്ങനെ ആയിപ്പോയല്ലോ, ഇരുട്ടത്ത് നിന്നല്ലല്ലോ കൊഞ്ഞനം കാണിച്ചത്, നേരിട്ടല്ലേ എന്നൊക്കെ പറയാൻ തോന്നുന്നത് അങ്ങനെ വരുമ്പോഴാണ്.